ഹായ് ഹലോ വെൽക്കം ബാക്ക്. അങ്ങനെ പൈക്കര വാട്ടർഫോൾസ് കഴിഞ്ഞ ശേഷം നമ്മൾ പൈൻ ഫോറസ്റ്റ്, ടീ ഫാക്ടറി, ഡൊട്ടപ്പേട്ട, ബിക്ക് ആൻഡ് ബൊട്ടാനിക്കൽ ഗാർഡൻ ഈ 4 സ്ഥലത്തുമാണ് നമ്മൾ അതിന് പോയത്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് ഇതിൽ പറയുന്നത് കേട്ടോ. പൈൻ ഫോറസ്റ്റിൽ വരുന്നത് നമ്മൾ എൻ്റെ ടിക്കറ്റ് വരുന്നത് ഒരാൾക്ക് 40 രൂപയാണ്. ആ ടിക്കറ്റ് ചാർജും എടുത്ത് നമ്മൾ ഉള്ളിൽ കയറി. അവിടെ മെയിൻ വരുന്നത് പൈൻ മരങ്ങളും പിന്നെ അതിൻ്റെ കുറച്ച് താഴത്തേക്ക് ഇറങ്ങിയാൽ കുറച്ചൊരു പുഴയും കാണാം. അവിടെ ഫോട്ടോഷൂട്ട്സിനും പിന്നെ ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നതാണെങ്കിൽ നമുക്കവിടെ ചില്ലടിച്ച് നിൽക്കാൻ പറ്റിയൊരു ഏരിയയാണ്. പിന്നെ പ്രത്യേകിച്ച് അവിടെ നല്ല കുരങ്ങന്മാരുണ്ട്. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ അവർ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പക്ഷേ അതിൽ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കയ്യിൽ ഫോണോ പേഴ്സോ അങ്ങനെയൊന്നും കയ്യിൽ പിടിച്ച് അങ്ങോട്ട് ഇറങ്ങാതിരിക്കുക. പിന്നെ താഴത്ത് അവിടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കുതിരസവാരി ഒക്കെ അവിടെ ഉണ്ട്. അതിനൊന്നും ചാർജ് ഉണ്ട്. അങ്ങനെ അതും കൊടുത്ത് നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോയി. അവിടെ ഒരു മെയിൻ പുഴയാണ് വരുന്നത്. അതിനുശേഷം നമ്മൾ ടീ ഫാക്ടറിയിലേക്ക് പോയി. അവിടെ എൻ്റെ ടിക്കറ്റ് വരുന്ന ഒരാൾക്ക് 10 രൂപയാണ്. അതിൻ്റെ 10 രൂപ എടുത്ത് നമ്മൾ ഉള്ളിൽ കയറി. ഫസ്റ്റ് നമുക്ക് വരുന്നത് ഒരു ചോക്ലേറ്റ് ഫാക്ടറിയാണ് വരുന്നത്. പിന്നെ നമ്മൾ പോയത് ഒരു ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ അവിടെ പ്രൊഡക്ഷനൊക്കെ ഏകദേശം ക്ലോസ് ആയി വരികയായിരുന്നു. അങ്ങനെ നമ്മളതും കണ്ട് നമുക്ക് അവിടുന്ന് ഒരു 2-3 ടൈപ്പ് ചോക്ലേറ്റും അവർ തന്ന്. പിന്നെ നമ്മൾ ഉള്ളിലേക്ക് കയറാൻ നോക്കിയപ്പോൾ ടീൻ്റെ ഏരിയയിൽ 10 രൂപ പിന്നെയും ചാർജ് ഉണ്ട്. അത് നമ്മൾ എടുത്തതിന് ശേഷം അവിടെ നമുക്കതിൽ ടീയുമായി ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ കാണിച്ചിടും. അവിടെ നമുക്ക് 4 ടൈപ്പ് ചായകൾ അവർ ട്രയൽ ചെയ്യാൻ തരും കേട്ടോ. നമ്മൾ 4ഉം ട്രയൽ ചെയ്ത് നോക്കുകയും പിന്നെ അവിടെ ഒരു 5-6 ടൈപ്പ് ഇതുണ്ട്. ടീ സംബന്ധിച്ച് ഗ്രീൻ ടീ, വൈറ്റ് ടീ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടീകളുണ്ട്. പിന്നെ അതിൻ്റെയൊക്കെ സാധനങ്ങൾ അവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ കാടമൻ നോക്കിയപ്പോൾ അതിന് വരുന്നത് 375 രൂപയാണ് അവിടെ സെയിൽ ചെയ്യുന്നത്. അവർ പലതിനും പല റേറ്റ് ആട്ടോ. 500 നമ്മൾ നോക്കിയത്. പിന്നെ അവിടെ കുറേ ഷോപ്പിംഗ് ഏരിയാസ് ഉണ്ട്. ബാഗ്, ആക്സറീസ്, അതേപോലെ ഡെക്കറേഷൻ ഐറ്റംസ് അതൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് കമ്പാരിറ്റീവ്ലി കുറച്ച് റേറ്റ് കൂടുതലായിട്ട് തോന്നി. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേ സാധനങ്ങൾ തന്നെ അവിടെ ഉള്ളത്. പിന്നെ ഒരു ടൂറിസ്റ്റ് സ്പേസ് ആയതുകൊണ്ട് മാത്രം അവിടെ കുറച്ച് സാധനങ്ങൾ കൂടുതലാണ് റേറ്റ്. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഡൊട്ടപ്പേട്ട പീക്കിലേക്കാണ് പോയത്. അവിടെ നിന്ന് നേരെ നമ്മൾ പാർക്ക് ചെയ്ത് കുറച്ച് നടന്ന് ഇതുപോലെ തന്നെ ഇവിടെ ഫ്രണ്ടിൽ ഏരിയാസ് ഉണ്ടായിരുന്നു. കാരണം അവിടെയും കുറേ ഷോപ്പിംഗ് സാധനങ്ങളുണ്ട്, ഫുഡ് ഉണ്ട്. പിന്നെ ഒരു കടലൊക്കെ ഇട്ടൊരു സാധനം തരും. അത് നല്ല വർത്തായിട്ട് തോന്നി, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അതിനെന്തോ 50 റുപ്യാണ് അവർ ചാർജ് പറഞ്ഞത്. നമ്മളതൊക്കെ വാങ്ങി കഴിച്ച് നേരെ ഫ്രണ്ടിലേക്ക് നടന്ന്. ഇവിടെയും അതേപോലെ തന്നെ സാധനത്തിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റൊക്കെ ഉണ്ട്. നമ്മൾ സാധനങ്ങളൊന്നും അങ്ങനെ നോക്കിയില്ല, വാങ്ങാൻ വേണ്ടിയിട്ടൊന്നും നോക്കിയില്ല. കാരണം നമുക്ക് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. പിന്നെ നമ്മൾ നേരെ ഫ്രണ്ടിലേക്കൊക്കെ പോയി അവിടുന്ന് എൻ്റെ ടിക്കറ്റ് എടുത്ത് ഉള്ളോട്ട് കയറി. ഇതാണ് അവിടെ നിന്ന് വരുന്നൊരു വ്യൂ വരുന്നത്. നല്ല രസമാണ് ഇവിടുത്തെ വ്യൂ കാണാൻ കേട്ടോ. കാരണം അത് നമുക്ക് ഫോട്ടോസ് എടുക്കാനായാലും ഒരു പീസ്ഫുൾ ഏരിയ ആയിട്ട് നമുക്ക് അവിടെ ഇരിക്കാം. എല്ലാവർക്കും മേലൊക്കെ കയറി ഫോട്ടോസ് അവിടെ അവൈലബിൾ ആണ്. ഒരു ഫോട്ടോസ് എടുക്കുകയാണെങ്കിൽ 100 രൂപ ചാർജ്. അവരവിടെ ക്യാമറമാനൊക്കെ ഉണ്ട്. നമുക്ക് ആ ഒരു വ്യൂവിൽ നിന്ന് ഫോട്ടോസൊക്കെ അലൗഡാണ്. അതിനുശേഷം നമ്മൾ താഴത്തേക്ക് പോയത് സൂയിസൈഡ് പോയിൻറ്റിലേക്കാണ് നമ്മൾ നടന്നത്. അങ്ങനെ അവിടെ കുറച്ച് ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ട് അങ്ങോട്ട് നടന്ന് പോകാൻ. അവിടെ ഭയങ്കര കാറ്റാണ്. കമ്പാരിറ്റീവ്ലി ഊട്ടിങ് സീസൺ ടൈമില്ലാത്തതുകൊണ്ട് തണുപ്പ് കുറവാണ്. എന്നാലും നല്ല കാറ്റുണ്ട്. തണുപ്പ് തീരെ ഇല്ല എന്നല്ല, കമ്പാരിറ്റീവ്ലി ചെയ്യുമ്പോൾ കുറവാണ്. പക്ഷെ ഇവിടെ നിന്നാൽ ഭയങ്കര കാറ്റാണ്. നമുക്കിങ്ങനെ ആ കാറ്റത്ത് അവിടെ ഇങ്ങനെ നിൽക്കാൻ കഴിയില്ല, അത്രയും തണുപ്പുണ്ടായിരുന്നു. നമ്മളെല്ലാവരും അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഫ്രണ്ടിലേക്ക് പോയാൽ നമ്മളൊരു ഊട്ടീൻ്റെ ഫുൾ ഒരു വ്യൂ അതിൻ്റെ മേലെ നമുക്ക് കാണാൻ പറ്റും. അതാണ് അവിടെ ഉള്ളൊരു മെയിൻ പ്രത്യേകത. പിന്നെ അവിടെ കാറ്റോണ്ട് നമുക്ക് നിൽക്കാൻ ഭയങ്കര പണക്കണം. ആ തണുപ്പും ആ ഒരു ഇതും നമുക്ക് അവിടെ നിന്ന് പ്രത്യേകിച്ച് മനസ്സിലാവാൻ തുടങ്ങും. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവിടെ നിൽക്കാൻ. അതുകൊണ്ട് കൂടെ വന്ന ആൾക്കാർക്കൊക്കെ തണുപ്പ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഫസ്റ്റ് കണ്ടതൊരു കട കത്തിയിരുന്നു അവിടെ. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് നേരം മുമ്പ് ബ്ലോക്കിലൊക്കെ പെട്ട്, എന്നാലും അപ്പോഴത്തേക്ക് ഫയർഫോഴ്സൊക്കെ വന്നു, ബ്ലോക്കൊക്കെ തിരിച്ച്. പിന്നെ നമ്മൾ നേരെ പോയത് ബൊട്ടാനിക്കൽ ഗാർഡനിലേക്കാണ്. ഇത് പിന്നെ എൻ്റെ വാപ്പക്കും ഉമ്മക്കും ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഏരിയ ആയിരുന്നു. കാരണം അവർ കൂടുതൽ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്തതും ഇവിടെ തന്നെ. കാരണം ചെടികളുടെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അവർ. അതുകൊണ്ട് തന്നെ നമ്മളവിടെ കുറേ നേരം സ്പെൻഡാക്കിയിട്ടാണ് പോയത്. എല്ലാ ചെടികളും ഓരോന്ന് നോക്കിയിട്ട് ഇവിടെ പല പല റോസുകളും നമ്മൾ ഒരിക്കലും കാണാത്ത പൂക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. കാരണം പച്ച, മഞ്ഞ, ചുവപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കളറും അതിൻ്റെതായ ഒരു പേരുകളൊക്കെ ഉണ്ട്. പിന്നെ ഇവർ ഈ ബുഷുകളൊക്കെ ഓരോ ആകൃതിയിലാട്ടോ ചെയ്തേക്കുന്നത്. ആന, പട്ടി, പൂച്ച എന്നൊക്കെ പറഞ്ഞ മാതിരി അവർ കുറേ മൃഗങ്ങൾ, കാറ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് നേരം നടന്നൊക്കെ നേരെ ഫുൾ വ്യൂ ഒക്കെ കണ്ട് അവിടെ നമ്മുടെ ഇന്ത്യൻ്റെ ഭൂപടമൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാനും. ഇന്ത്യൻ്റെ ഭൂപടം ആയതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങി. അവിടെ ഒരു ഷോപ്പിംഗ് ഏരിയ ഉണ്ട് ബൊട്ടാണിക്കൽ ഗാർഡനിലെ നേരെ ഫ്രണ്ടിൽ തന്നെ ആയിട്ട്. അവിടെ നമ്മൾ നോക്കി കുറേ സാധനങ്ങളൊക്കെ. ഇവിടെ ബാഗിനൊക്കെ നല്ല റേറ്റ് കുറവായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ലോങ് ബാഗ്, ട്രാവലിംഗ് ബാഗ് എന്നൊക്കെ പറഞ്ഞാൽ ആ ബാഗിനൊക്കെ നല്ല റേറ്റ് കുറവാണ് വന്നത്. അതേപോലെ ഇവിടെ ഈ ഒരു ഏരിയയിൽ നമ്മൾ ചോക്ലേറ്റൊക്കെ വാങ്ങി, നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ചോക്ലേറ്റൊക്കെ വാങ്ങി നമ്മൾ നേരെ റൂമിലേക്ക് പോയി. എല്ലാവരും ടയർഡായിരുന്നു. കാരണം
അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് അടുത്തതായി വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ, ബൈ ബൈ.